നടി മീര വാസുദേവ് മൂന്നാമതും വിവാഹിതയായി. വരൻ കുടുംബവിളക്ക് ക്യാമറാമാൻ. എന്നാൽ നാലാമതും വിവാഹമുണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം. തന്മാത്ര എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയും കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയും മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് മീര വാസുദേവ്. ഇപ്പോൾ താരത്തിന്റെ മൂന്നാമത്തെ വിവാഹ വാർത്ത പങ്കുവച്ചതോടെയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പരിഹാസ കമന്റുകൾ നിറയുന്നത്. താരം അഭിനയിക്കുന്ന കുടുംബവിളക്ക് സീരിയലിലെ ക്യാമറാമാൻ വിപിൻ പുതിയംഗമാണ് മീര വാസുദേവിന്റെ ഭർത്താവ്. കോയമ്പത്തൂരിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ മീര തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. പാലക്കാട് ആലത്തൂർ സ്വദേശിയ വിപിൻ പുതിയംഗം സിനിമ ടെലിവിഷൻ രംഗത്ത് ക്യാമറാമാനായി പ്രവർത്തിക്കുന്നയാളാണ്. 2019 മുതൽ മീരയും വിപിനും ഒരേ പ്രോജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ ഒരു വർഷത്തോളമായുള്ള സൗഹൃദമാണ് ഇപ്പോൾ ഇവരെ വിവാഹ ജീവിതത്തിലേക്ക് എത്തിച്ചതെന്നാണ് വിവരങ്ങൾ. ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്തത്. എന്നാൽ മീരയുടെ മൂന്നാം വിവാഹമാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനം ഉയരുന്നത്. 2005 വിശാൽ അഗർവാളുമായിട്ടാണ് നടിയുടെ ആദ്യ വിവാഹം. പിന്നാലെ 2012 നടൻ ജോൺ കോക്കിനെ വിവാഹം കഴിച്ചു. അതിലൊരു മകനുണ്ട്. ഈ ബന്ധം 2016 വേർപിരിഞ്ഞു. നടിയുടെ വിവാഹ വാർത്ത ഇപ്പോൾ മൂന്നാമത് പുറത്തു വരുന്നതോടെ ഇനിയും ഒരുപാട് വിവാഹം കഴിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് തുടങ്ങി വ്യാപക വിമർശനം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. മൂന്നാമതിന് മംഗളാശംസകളും നാലാമത്തെ വിവാഹം ഉടൻ നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണെന്നും കമന്റുകൾ വരുന്നു. നിരാശപ്പെടരുത്, ഒന്നിൽ പിഴച്ചാൽ മൂന്നിൽ എന്നാണല്ലോ, ഇവരുടെ കാര്യത്തിലെല്ലാം ശരിയായി എന്നിങ്ങനെ നടിയെ വിമർശിച്ചുകൊണ്ടുള്ള ട്രോൾ കമന്റുകളടക്കം എത്തിച്ചേരുകയാണ്. എന്നാൽ നന്നായി ജീവിക്കാനുള്ള ആഗ്രഹം അതാണ് വേണ്ടതെന്ന് പറഞ്ഞ് മീരയും വിപിനെയും പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ എത്തുന്നു. ഒരാൾ അയാളുടെ മുൻകാല ദാമ്പത്യത്തിൽ പരാജയപ്പെട്ടെങ്കിൽ വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ പാടില്ലേ? അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ. ആ കാലത്തോളം ഏതൊരു വ്യക്തിക്കും പുനർവിവാഹമാകാമെന്നും സമൂഹത്തെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത കാര്യമാണെന്നിരിക്കെ അവരെ അവരുടെ പാട്ടിന് വിടുക. നമ്മളടക്കം എല്ലാം തികഞ്ഞവരായി ആരെങ്കിലും ഉണ്ടോ എന്നും നന്മ ആശംസിക്കാൻ മനസ്സില്ലെങ്കിൽ മിനിമം അവരെ അവഹേളിക്കാതിരിക്കാനെങ്കിലും മര്യാദ കാണിക്കുക എന്നുള്ള പിന്തുണച്ചുള്ള കമന്റുകളും എത്തുകയാണ്. നമുക്ക് ബാധ്യതയാകുന്ന ഒരു കാര്യവും ഇതിലില്ലെന്നും എവിടെയൊക്കെയോ ആരൊക്കെയോ വിവാഹിതരാകുന്നു, അതിനെന്തിനാണ് അശ്ലീലം പൊതിഞ്ഞ് കമന്റ് ഇടുന്നത്? നമ്മുടെ മക്കളാണെങ്കിലും ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ തുടരാൻ നിർബന്ധിക്കുമോ എന്ന് ചോദിക്കുകയാണ് ചിലർ. ഒരിക്കലുമില്ല, അപ്പോൾ പിന്നെ അവർ എൻജോയ് ചെയ്ത് ജീവിക്കട്ടെ എന്നും മീര വാസുദേവിന്റെ ആരാധകരടക്കം പറയുന്നു. ഇതിനിടെ മുൻപ് ഫേസ്ബുക്കിൽ ശല്യം ചെയ്ത യുവാവിന് താരം മുട്ടൻ പണികൊടുത്ത വാർത്തയും ഈ വേളയിൽ ചർച്ചയാവുകയാണ്. വിവാഹ അഭ്യർത്ഥന നടത്തുകയും നിരന്തരമായി ചിത്രങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്ത വിമൽ കുമാർ എന്ന ഒരു ആളുടെ സന്ദേശമായിരുന്നു സ്ക്രീൻഷോട്ടോടെ മീര ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അതായത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. ഈ യുവാവിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചതിന് ശേഷം മീര പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് നാണമില്ലെങ്കിൽ ഇത് ജനങ്ങളുമായി പങ്കുവെക്കുന്നതിന് എനിക്കൊട്ടും സങ്കോചമില്ലെന്ന തന്നെയാണ് മീര തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. നിങ്ങളുടെ കുടുംബത്തിനും ഇഷ്ടമുള്ളവർക്കൊപ്പം സമയം ചെലവഴിക്കുമെന്നും ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാമെന്നും മീര പറഞ്ഞ ആ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്തായാലും മീരയ്ക്കും വിപിനും ഞങ്ങളും മംഗളാശംസകൾ നേരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.